സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 19 മുതൽ 29 വരെയുള്ള തിരുവചന ഭാഗമാണ് നമ്മുടെ ധ്യാന വിഷയം. വ്യാഖ്യാനിക്കാൻ അല്പം പ്രയാസമുള്ള ഒരു സുവിശേഷ ഭാഗമാണിത്. ഇത് ശരിയായി മനസ്സിലാക്കണമെങ്കിൽ ഈ സുവിശേഷ ഭാഗത്തിൻ്റെ പശ്ചാത്തലമെന്ത് എന്ന് നമ്മൾ അറിയണം. 5-ാം അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഇതിനുശേഷം യഹൂദരുടെ ഒരു തിരുനാളിന് അവൻ ജെറുസലേമിലേക്ക് പോയി. ഏതിനു ശേഷമാണ്? കഫർനാമിലെ രാജസേവകന്റെ ഭൃത്യനെ സുഖപ്പെടുത്തിയതിനു ശേഷം. അതിനുശേഷം ഈശോ ജെറുസലേമിലേക്ക് പോകുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കുകയാണ്. ജെറുസലേം ദേവാലയത്തിൻ്റെ വടക്ക് ഭാഗത്തായി അജകവാടത്തിനടുത്ത്, ദ ഗോഡ്സ് ഗേറ്റ് എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് ഒരു കുളക്കരയിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട സംഭവമാണിത്. ആ കുളക്കരയിൽ ഒരുപാട് രോഗികൾ കിടന്നിരുന്നു. അതിനിടയിൽ 38 വർഷമായി രോഗിയായ ഒരു മനുഷ്യൻ കിടന്നിരുന്നു. ആ മനുഷ്യനെ ഈശോ സുഖപ്പെടുത്തുകയാണ്. ഈ കുളത്തിൻ്റെ പേര് ബെത്സൈദ എന്നാണ്. ബെത്സൈദ എന്ന വാക്കിൻ്റെ അർത്ഥം കാരുണ്യത്തിൻ്റെ ഭവനം, ദൈവകൃപയുടെ സ്ഥലം എന്നൊക്കെയാണ്. ഈ ഒരു പാരമ്പര്യം ഗ്രീക്ക് സംസ്കാരത്തിലും ഉണ്ടായിരുന്നു. അവരുടെ വിശ്വാസപ്രകാരം ദേവാലയത്തിനോടടുത്ത് ജലസങ്കേതങ്ങളുണ്ടായിരുന്നു, ചെറിയ അരുവികളുണ്ടായിരുന്നു, തടാകങ്ങളുണ്ടായിരുന്നു, കുളങ്ങളുണ്ടായിരുന്നു. അവിടുത്തെ വെള്ളത്തിൽ സ്നാനം ചെയ്യുകയോ അത് പാനം ചെയ്യുകയോ ഒക്കെ ചെയ്താൽ രോഗശാന്തി ഉണ്ടാകുമെന്ന് അവർ കരുതിയിരുന്നു. കാരണം ആ പ്രദേശം ദൈവത്തിൻ്റെ പ്രവർത്തനം നടത്തുന്ന പ്രദേശമാണത്രേ. അതുകൊണ്ട് ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ച് കീർത്തനങ്ങൾ ആലപിച്ച് രോഗികളായവർ അതിനു ചുറ്റും കിടന്നിരുന്നു. ആ ഒരു പാരമ്പര്യത്തിൻ്റെ തുടർച്ചയിൽ ഈ ബെത്സൈദ കുളത്തിൻ്റെ കരയിലും അനേകം രോഗികൾ കിടക്കുന്നത് നമ്മൾ കാണുന്നു. അവരെ എന്താണോ കാലങ്ങളിലായി വിശ്വസിക്കപ്പെട്ടിരുന്നത്, ആ വിശ്വാസത്തിൻ്റെ പൂർത്തീകരണം ഇവിടെ സംഭവിക്കുകയാണ്. സാക്ഷാൽ ദൈവം തമ്പുരാൻ, ചരിത്രത്തിൽ അവതീർണനായവൻ, ഈ കുളത്തിൻ്റെ കരയിൽ തൻ്റെ പ്രവൃത്തി ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി ഈ ജലസങ്കേതങ്ങളിലുണ്ട്, ദേവാലയത്തോട് ചേർന്ന സങ്കേതങ്ങളിലുണ്ട് എന്നതായിരുന്നല്ലോ പരമ്പരാഗതമായ വിശ്വാസം. അതിൻ്റെ പരിപൂർണമായ നിവൃത്തി ഇവിടെ സംഭവിക്കുന്നു. ഈശോ ഈ കുളക്കരയിൽ കിടന്ന രോഗിയെ സുഖപ്പെടുത്തുന്നു. നമ്മുടെ ഒന്നാമത്തെ ചിന്ത ഇതാണ്: ഒരുപാട് രോഗികൾ കിടന്നു, പക്ഷേ ഈ 38 വർഷമായി രോഗിയായവനെ ഈശോ കണ്ടുള്ളൂ. ദൈവത്തിൻ്റെ കണ്ണ് എന്ന് പറയുന്നതാണ്. നാം പറയുമല്ലോ, ദ തേർഡ് ഐ, മൂന്നാം കണ്ണെന്ന് പറയുന്നത്. നമുക്കുണ്ടോ ഇങ്ങനെയുള്ള കണ്ണ്? യഥാർത്ഥത്തിൽ അർഹതപ്പെടുന്നവനെ തിരിച്ചറിയാനുള്ള കണ്ണ് നമുക്കുണ്ടോ? സർവ അധികാര സങ്കല്പങ്ങളോടും ചേർന്നിട്ടുള്ള വലിയ ആരോപണങ്ങളിൽ ഒന്നിതാണല്ലോ. ഗവൺമെൻറ് കാര്യങ്ങളോടൊക്കെ ചേർന്നിട്ടുള്ള ആരോപണം ഇതാണല്ലോ. യഥാർത്ഥത്തിൽ അർഹതപ്പെട്ടവന് കിട്ടുന്നില്ല, അർഹതപ്പെടാത്തവർക്ക് പലതും ലഭിക്കുന്നു എന്നുള്ളതാണല്ലോ നമ്മുടെ ഭരണ സംവിധാനങ്ങളോട് ചേർന്നിട്ടുള്ള ആരോപണം. നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഇതാണ്: നമുക്ക് അർഹതപ്പെട്ടവരെ കണ്ടറിയാൻ പറ്റുന്നുണ്ടോ? ഈശോ ഈ പ്രവൃത്തി ചെയ്യുന്നത് സാബത്ത് ദിനത്തിലാണ്. അതുകൊണ്ട് അവിടെ പ്രശ്നമുണ്ടാകുന്നു. യഹൂദര്, യോഹന്നാൻ സുവിശേഷകൻ എഴുതുന്നു, അവൻ സാബത്തിൽ ഇത് ചെയ്തതിനാൽ അവനെ അവർ ദ്വേഷിച്ചു. ഇതാണ് നമ്മൾ വായിക്കുന്ന, നമ്മൾ ഇന്ന് വിശദീകരിക്കുന്ന സുവിശേഷ ഭാഗത്തിൻ്റെ പശ്ചാത്തലം. അതായത് സാബത്തിൽ ഈശോ ബെത്സൈദ കുളക്കരയിൽ കിടന്ന ഒരു രോഗിയെ സുഖപ്പെടുത്തി എന്നുള്ളതാണ് ഈ സുവിശേഷ ഭാഗത്തിൻ്റെ പശ്ചാത്തലം. അപ്പോൾ അവര് മനസ്സിൽ തിന്മ വിചാരിക്കുന്നുവെന്ന് കണ്ട് ഈശോ അവരോട് പറഞ്ഞു, എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരതനാണ്, അതുകൊണ്ട് ഞാനും പ്രവർത്തന നിരതനാണ്. ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഈ സാബത്ത് ദിനത്തിലും എന്നർത്ഥം. യഹൂദരുടെ ചിന്താരീതിയുടെ വിശദീകരണമായിട്ട് തന്നെയാണ് ഈശോ അത് പറഞ്ഞത്. കാരണം യഹൂദ വിശ്വാസപ്രകാരം ദൈവം സദാ പ്രവർത്തന നിരതനാണ്. ദൈവത്തിൻ്റെ സദാ ഉള്ള പ്രവർത്തനം ഇതാണ്: മനുഷ്യൻ്റെ ജീവൻ നിലനിർത്തുകയും മനുഷ്യന് ജീവൻ നൽകുകയുമാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലെ വിവരണപ്രകാരം ദൈവം മനുഷ്യ സൃഷ്ടി നടത്തുന്നത് 7-ാം ദിവസമാണ്, സാബത്ത് ദിവസമാണ്.
അപ്പോൾ സാപത്തിൽ മനുഷ്യന് ജീവൻ നൽകുന്നത് പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഈശോ പിന്നീട് പറയുന്നുണ്ട്, സാപത്തിൽ നന്മ ചെയ്യുക അനുവദനീയമാണ്, മനുഷ്യപുത്രൻ സാപത്തിൻ്റെയും കർത്താവാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇവിടെ യഹൂദരുടെ ചിന്താരീതിയെയും ധ്യാന വിഷയമാക്കേണ്ടതുണ്ട്. നമ്മുടെ രണ്ടാമത്തെ ചിന്തയിൽ 38 വർഷമായി രോഗിയായിരുന്നവൻ സുഖപ്പെട്ടു എന്നുള്ളത് അവരെ ആഹ്ലാദിപ്പിക്കുന്നില്ല. മറിച്ച് അവർ കൂടുതൽ രോഷാകുലരാകുന്നു. എന്താണ്? നിയമം ലംഘിച്ചിരിക്കുന്നു. ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടു എന്നുള്ളത് അവർക്ക് പ്രധാന കാര്യമല്ല. അവരുടെ പ്രധാന കാര്യം നിയമം ലംഘിക്കപ്പെട്ടിരിക്കുന്നു, സാപത്ത് ലംഘിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള ചിന്ത ഉള്ളവർ ഇന്നും നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. ഈ യഹൂദരുടെ ചിന്തയുമായി നടക്കുന്നവർ. കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് അകലെ ഒരു സ്ഥലത്ത് ജോലി കിട്ടി, പക്ഷെ ഒരു പരീക്ഷ കൂടെ പാസ്സാകാനുണ്ട്. സാധുവായ ഒരു വിദ്യാർത്ഥിയാണ്. അവനാ തോറ്റുപോയ പരീക്ഷ എഴുതാനായിട്ട് ജോലി സ്ഥലത്ത് നിന്ന് തിരിച്ച് വീട്ടിലെത്തുന്ന രാത്രിയിൽ മനസ്സിലാക്കുന്നു, കോളേജിലെ ID കാർഡ് ജോലി സ്ഥലത്താണ്, അതെടുത്തില്ല. ആകുലപ്പെട്ടിട്ട് അവൻ്റെ ടീച്ചറിനെ വിളിക്കുകയാണ്. ടീച്ചർ ഉടനെ മറുപടി പറയുന്നു, ID കാർഡ് ഇല്ലാതെ ഒരു കാരണവശാലും പരീക്ഷ എഴുതാനാകില്ല. അത് നിയമമാണ്. രാത്രി 11 മണിക്ക് 60 കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്തേക്ക് വണ്ടി കയറാൻ നിൽക്കുകയാണ് ഈ പാവം വിദ്യാർത്ഥി. അവൻ പിന്നീട് വെളുപ്പിനെ ഈ ID കാർഡ് എടുത്ത് അവിടെ നിന്ന് തിരിച്ചു വരുന്നു. ആ രാത്രിയിൽ അവൻ ഉറങ്ങിയില്ല. പരീക്ഷാ ഹാളിൽ കുറേ നേരത്തെ പരീക്ഷ എഴുതിയതിന് ശേഷം കാണുന്നത് അവൻ തലകറങ്ങി വീഴുന്നതാണ്. യഹൂദരുടെ മനസാക്ഷിയോടെ ജീവിക്കുന്നവർ, മനസ്സിൽ മനുഷ്യ നന്മയേക്കാൾ കൂടുതൽ, മനുഷ്യ ജീവനേക്കാൾ കൂടുതൽ, മനുഷ്യ മഹത്വത്തെക്കാൾ കൂടുതൽ നിയമത്തെ ഇറുകി പിടിച്ച് മനുഷ്യനെ പീഡിപ്പിക്കാൻ നടക്കുന്ന മനുഷ്യർ ഇന്ന് നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഈ യഹൂദർ ഈശോയ്ക്കെതിരെ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കൂടുതൽ അവർ കോപാകുലരാകുന്നു. 3 ആരോപണങ്ങൾ നിരത്തുകയാണ്. 1, ഇവൻ സാപത്ത് ലംഘിച്ചു. 2, ഇവൻ ദൈവത്തെ പിതാവെന്ന് വിളിച്ചു. 3, ഇവൻ തന്നെ ദൈവമാക്കി. അപ്പോൾ അതിനുള്ള ഉത്തരമാണ് ഈ സുവിശേഷ ഭാഗം. ഈശോ പറയുന്നു, ഞാൻ സ്വയമേവ ഒരു പ്രവൃത്തിയും ചെയ്യുന്നില്ല, എൻ്റെ പിതാവ് ചെയ്യുന്നതാണ് ഞാൻ ചെയ്യുന്നത്. അത് യഹൂദരുടെ പാരമ്പര്യത്തോട് ചേർന്ന് തന്നെയുള്ള വ്യാഖ്യാനമാണ്. അപ്പൻ ചെയ്യുന്ന പ്രവൃത്തികളാണ് മക്കളും ചെയ്തുകൊണ്ടിരുന്നത്. സെബദി മീൻപിടുത്തക്കാരനായിരുന്നു, മക്കളായ യാക്കോബും യോഹന്നാനും മീൻപിടുത്തക്കാരായിരുന്നു. മരപ്പണിക്കാരനായിരുന്നു വളർത്തുപിതാവായ യൗസേപ്പ് പിതാവ്, ഈശോയും ആശാരിയായിരുന്നു. അപ്പോൾ ഭൗതികമായ തലത്തിൽ ഈശോ അങ്ങനെ തന്നെയായ യഹൂദ പാരമ്പര്യം പാലിക്കുന്നു. ആത്മീയ തലത്തിൽ നിത്യസത്തയിൽ ദൈവമായ ഈശോ പിതാവായ ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. എന്താണ് പിതാവായ ദൈവത്തിൻ്റെ പ്രവൃത്തി? ജീവൻ നൽകുക എന്നതാണ്. ആ ജീവൻ ഭൗതികമായ ജീവനല്ല, മറിച്ച് നിത്യജീവനാണ്. അതുകൊണ്ടാണ് അന്ത്യവിധിയെക്കുറിച്ചും ഈശോ ഇവിടെ സൂചന നൽകുന്നത്. നിത്യജീവനിലേക്കുള്ള വിധി നടത്തുന്നത് താൻ തന്നെയാണെന്ന് ഈശോ അസന്നിഗ്ധമായിട്ട് പ്രസ്താവിക്കുകയാണ്. അതിനുവേണ്ടി അവിടുന്ന് മനോഹരമായ ഒരു രൂപകം ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നിന്ന് കൊണ്ടുവരുന്നു. അത് മനുഷ്യപുത്രൻ എന്നുള്ള മഹത്വപൂർണനായ ദൈവത്തിൻ്റെ പ്രതീകത്തെയാണ് കൊണ്ടുവരുന്നത്. മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞാൽ മനുഷ്യാവതാരം ചെയ്ത ദൈവമാണ്. ദൈവത്തിൻ്റെ 2ാമത്തെ ആളാണ്. മഹത്വങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നവനാണ്. മനുഷ്യപുത്രൻ എന്നുള്ള സിംബൽ, ആ പ്രതീകം മഹത്വപൂർണനായ ദൈവത്തിൻ്റെ പ്രതീകമാണ്. അതുകൊണ്ടാണ് ഈശോ ബൈബിളിൽ പല പ്രാവശ്യവും മനുഷ്യപുത്രൻ എന്നുള്ള പദം ഉപയോഗിക്കുന്നത്. അപ്പോൾ വിധിയാളനായി വരുന്നത് താൻ തന്നെ എന്ന് അസന്നിഗ്ധമായിട്ട് ഈശോ പ്രഖ്യാപിക്കുന്നു. നിത്യജീവനിലേക്ക് നയിക്കുന്നത് താൻ തന്നെയെന്ന് ഈശോ പ്രഖ്യാപിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അടുത്ത ചിന്ത ഇതാണ്. ഈശോ പിതാവായ ദൈവത്തെ പിതാവെന്ന് വിളിക്കുന്നു. അവിടുന്ന് പറയുന്നു, ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തികളാണ് ചെയ്യുന്നത്. നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഇതാണ്: ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അഥവാ നമ്മുടെ പ്രവൃത്തികളിലൂടെ ദൈവത്തെ കാണാൻ, ഈശോയെ കാണാൻ മറ്റുള്ളവർക്ക് കഴിയുന്നുണ്ടോ? ഒരു സംഭവം ഓർക്കുന്നത്, പള്ളിക്കമ്മിറ്റിയിലെ ഒരംഗവുമായിട്ട് അംഗത്തോട് വികാരിയച്ഛൻ ദേഷ്യപ്പെട്ടു.
ആ കമ്മിറ്റി അംഗത്തിൻ്റെ കുടുംബം എല്ലാ ദിവസവും പള്ളിയിൽ വരുന്നവരാണ്. ഈ പ്രശ്നമുണ്ടായതിന് ശേഷം പിന്നെ അവർ പള്ളിയിൽ വരുന്നില്ല. വികാരിച്ചൻ്റെ മനസ്സ് അസ്വസ്ഥമായി. ദൈവത്തിൻ്റെ പൗലോസ്ലീഹ പറയുന്ന പോലെ ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഈ വികാരിച്ചൻ്റെ മനസ്സ് അസ്വസ്ഥമാവുകയും ഈ മിശിഹായോടുള്ള സ്നേഹത്താൽ ഈ പള്ളിയിൽ വരാത്തവരെ അന്വേഷിച്ച് അദ്ദേഹം അവരുടെ വീട്ടിലെത്തുകയും ചെയ്യുന്നു. അവർ വലിയ രീതിയിൽ അവർക്ക് സങ്കടമായി. അവർ വല്ലാത്ത തരത്തിൽ അവർക്കൊരാശ്ചര്യമായി. പിറ്റേ ദിവസം മുതൽ അവരെല്ലാവരും പള്ളിയിലെത്താൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷ ഭാഗത്തിൻ്റെ സാരസംഗ്രഹം ഇതാണ്. ഈശോ തൻ്റെ ദൈവത്വത്തെ പൂർണ്ണമായിട്ടും യഹൂദരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നത്, നന്മ ചെയ്യുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം എന്ന് ഈശോ പഠിപ്പിക്കുന്ന